ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമുക്കപ്പോൾ ഇന്നൊരു മണ്ഡല വീഡിയോ ആണ് ചെയ്യാനുള്ളത്. സോ ബിഫോർ വി ഗെറ്റ് സ്റ്റാർട്ടഡ്, നമ്മളിന്ന് യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ ഇസ് ഗോയിങ് ടു ബി വയലറ്റ്, ഒരു പർപ്പിൾ ആൻഡ് an orange. Alla, let's go for something different. Let's go for this blue, sky blue and a nice neon green. Okay, അപ്പോൾ ഞാൻ ഇനി അതിനനുസരിച്ചിട്ടുള്ള പെൻസിലും കൂടെ എടുക്കട്ടെ കേട്ടോ. സോ ഐ ഹാവ് ദ പെൻസ് ആൻഡ് പെൻസിൽസ് റെഡി. പല പെൻസിൽസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെ ഹൈലൈറ്റ് കൊടുക്കാൻ ബ്ലാക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ബട്ട് ഐ ഓൾറെഡി ഹാവ് ബ്ലാക്ക് റെഡി എന്തെങ്കിലും എഫ് ഇൻ കേസ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന നമ്പർ ഓഫ് ലെയേഴ്സ് 7 ലെയേഴ്സാണ്. 7 ലെയേഴ്സിന് ബിഫോർ സ്റ്റാർട്ടിങ് ഞാൻ സെൻറ്റർ പോയിൻ്റ് എടുത്തു, ഉള്ളിൽ ഒരു സർക്കിൾ കൊടുത്തു. 1, ദിസ് വിൽ ബി ലെയർ 1. ലെയർ 2 കുറച്ച് ചെറിയ വീതിയുള്ളത് മതി, അതുകൊണ്ട് ചെറിയ വീതിയുള്ളൊരു ലെയർ 2 കൊടുത്തു. ഒരു മിനിറ്റ്, ഇതൊന്നും ശരിയായിട്ടില്ല. ഓക്കെ, ഐ എം ജസ്റ്റ് ഡ്രോയിങ് ദി ലെയർ 2. ഇനി ലെയർ 3 നമുക്കൊരു കുറച്ച് വലുപ്പത്തിൽ വേണം, ബിക്കോസ് നമ്മളവിടെ ട്രയാങ്കിൾ പോലത്തെ ഡിസൈനാണ് കൊടുക്കുന്നത്. ലെയർ 3, ലെയർ 4, ലെയർ 5, ചെറുതാണ് കൊടുക്കുന്നത്. ആൻഡ് ഫൈനലി ദ 7th വൺ, ഒരു ഫുൾ പേജുള്ള ഒരു 7 ഓരോ ലെയേഴ്സിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു സാധനം വേണ്ടത്, ഇതിൻ്റെ ജസ്റ്റ് ഗ്രിഡ് പോലെ വരയ്ക്കാം. ജസ്റ്റ് ടേക്കിംഗ് എ പെൻസിൽ, ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള പെൻസിൽ വയ്ക്കുന്നത്. എപ്പോഴും പെൻസിൽസ് വാങ്ങിച്ച് വയ്ക്കുമ്പോൾ ഒരു HB, നോർമൽ HB 2HB പെൻസിൽ തന്നെ വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. HB ഈസ് വെരി ലൈറ്റ് കമ്പാരിറ്റീവ്ലി ഡ്രോയിങ്സിനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എടുത്തറിയില്ല. ഞാനത് ഗ്രിഡ് വരയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഗ്രിഡ് വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം ഈ ഒരു 2 ലൈൻ വരച്ചു, ക്രോസ് വരുന്നത്. ഇനി ഇതിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തു, ഈ ഒരു ഇവിടെ വെച്ചിട്ട് മോർ ദാൻ ഹാഫ് എടുത്തു. ഹാഫിനെക്കാട്ടും കൂടുതൽ, കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ എടുത്തു, ഹാഫ് എടുത്തു. ഞാൻ ഇവിടെ വെച്ച് കണ്ടുപിടിച്ച് ഇനി അതേ ലെയറിൽ തന്നെ ഇപ്പുറത്ത് വെച്ചിട്ട് ക്രോസ് വരച്ചു. അതാ ഇങ്ങനെ വരയ്ക്കുന്ന കേട്ടോ. ഈ ഒരു ലെയറിൻ്റെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ മോർ ദാൻ ഹാഫ് ഇവിടെ ഒരു മാർക്ക് ചെയ്തു, അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് മാർക്ക് ചെയ്തു. ഇനി ഇതേ സർക്കിളിൻ്റെ ലെയറിൽ അടുത്ത പോയിന്റിൽ, അടുത്ത ലൈൻ പോയിന്റിൽ വെച്ചു, ഇത് മാർക്ക് ചെയ്തു, ഓപ്പോസിറ്റ് ഒരെണ്ണം വെച്ചു. ഞാനിങ്ങനെ പോയി ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8 ലൈനോ 8 സെഗ്മെൻറ്റ്സ് ഉള്ളൊരു ഗ്രിഡ് കിട്ടും. ലൈൻസ് ഇട്ട് കൊടുക്കണം. ഗ്രിഡിനൊരു സെപ്പറേറ്റ് സെഷനായിട്ട് നിങ്ങൾക്ക് എടുത്ത് തന്നതാണ്. ആർക്കെങ്കിലും വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. നമ്മുടെ വീഡിയോ ഇടുന്ന ഗ്രൂപ്പിൽ, നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സും നിങ്ങൾ പിക്ചേഴ്സ് ഷെയർ ചെയ്യുന്ന ആ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. ഓൾറൈറ്റ്, ഗ്രിഡും കഴിഞ്ഞ് നമുക്ക് സെൻറ്റർ പോയിൻ്റാണ്. സെൻറ്റർ പോയിൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് 4 കളറാണ് ചെയ്തത് അല്ലേ, 4 കളറുള്ളത് ചെയ്തു. അപ്പോൾ ഇനി നമ്മളിതിനകത്ത് 2 കളേഴ്സ് ചെയ്യും. 2 കളേഴ്സ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഐ ഗോണ ഡു ഇസ്, ഞാൻ ഈ ഒരു പോയിൻ്റ് എടുക്കും. ഈ ഒരു പോയിൻ്റ് എടുത്തിട്ട് 1, ഇതാണല്ലോ ഒരു ലൈന്, ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ എടുക്കുക, ഇതൊരു സൈഡ് ഇതൊരു സൈഡ്, അങ്ങനെ. അപ്പോൾ 1, ഈ ഗ്രിഡിൻ്റെ ഉള്ളിലൂടെ 2, 3,
4 വരച്ചു. ഇനി ബാക്കി 4 ഞാൻ ഈ ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ഐ വിൽ ഹാവ് ഗ്രീൻ സ്കെച്ച് പെൻ വെച്ചിട്ട് ഞാൻ ഈ ബോർഡർ കൊടുക്കുന്നു. ഗ്രീനിൻ്റെ ബോർഡർ വരെ മാത്രം. ഇനി അതേപോലെ ബ്ലൂവിൻ്റെ പാർട്ടിന് ഞാൻ ബ്ലൂവിൻ്റെ സ്കെച്ച് കൊണ്ട് വരച്ചു. ഇതാണ് ലെയർ 1. ലെയർ 1 കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ലെയർ 2ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ 2ൽ പോകുമ്പോൾ ഞാൻ നമുക്ക് ടേക്ക് ദ ബ്ലൂ. പക്ഷേ ബ്ലൂ വരുന്നത് ഈ ഗ്രീനും കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഇസ് പ്രിറ്റി സിമ്പിൾ. നമ്മുടെ ഒരു സെഗ്മെൻറ്റിനകത്ത് 2 പെറ്റൽസ് വരും. ഇത്രയും വരും. ഇനി ഗ്രീനിൻ്റെ പാർട്ടാണ്. A3. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രീനിൻ്റെ ഉള്ളിലെല്ലാം ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. സെയിം ബ്ലൂവിൻ്റെ ഉള്ളിൽ ലൈൻസ് ഇട്ട് കൊടുക്കണം. ഔട്ട്ലൈൻസ് ഗ്രീൻ തന്നെയാണ് കൊടുക്കുക, ബ്ലൂവിന് ബ്ലൂ. അതെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ലെയേഴ്സ് ക്ലോസ് ചെയ്യുന്നത് അതത് കളർ വെച്ചിട്ട് തന്നെയാണ്. ആകെ പൊസിഷനിങ് ആണ് മാറി മാറി വരുന്നത്. നെക്സ്റ്റ് ലെയറാണ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ലെയർ നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് കൊടുക്കുന്നത്. ട്രയാങ്കിൾ ഷേപ്പ് ഇൻ ദ സെൻസ് ഇങ്ങനെ വരും. ഓ മൈ ഗോഡ്, തെറ്റിപ്പോയി, സോറി. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തത് ഇങ്ങനെ പോയി ഇത്ര വരുള്ളൂ. ഇവിടെ ഗ്രീനാണ് കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ ഒന്ന് ഓവർലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് വന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനെല്ലാം ഹാഫാക്കും നമ്മൾ. ഇനി ബ്ലൂവിനെ ഹാഫാക്കുക. ഇത്രയും ചെയ്തു. ഇനി ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് നമ്മൾ ഫില്ല് ചെയ്യുക.
സൈഡ് നമ്മുടെ പെൻസിൽ കൊണ്ട് ഫിൽ ചെയ്ത് സെയിം തന്നെ വി ഗോണ ഡു ഇറ്റ് ഫോർ ഗ്രീൻ. ഇത്രയും നമ്മൾ കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പെണ്ണെടുക്കുക, ബാക്കിയുള്ള അവിടെ ചെറിയ ചെറിയ ലൈൻസ് കൊടുക്കും. ഇത്രയും. ഇനി ക്ലോസിങ് ആണ്. നമ്മൾ ക്ലോസിങ് ഇതിൽ നമ്മളിനി കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഔട്ടർ ലെയർ വരയ്ക്കുകയാണ്. കാര്യമുണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഔട്ടർ ലെയർ വരച്ചു. ലെറ്റ്സ് ഡു ദ സെയിം ഫോർ ഗ്രീൻ ഓൾസോ. കണ്ടു, ഇത് കാണിച്ചു. ഇനി സ്റ്റാർട്ടിങ് ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ നിന്നു ഒരു ഇതിനകത്ത് മൊത്തത്തിൽ 2, അതായത് അര 1 അര അങ്ങനെ വരണം. നമുക്ക് അര 1 അര 1 അര ഇത്രയും വരും. ഇത് സത്യത്തിൽ ഫുള്ളും വരും, പക്ഷെ അടുത്ത സ്റ്റെപ്പും കൂടെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ സെയിം തന്നെ ഇതിനകത്ത് കൊടുക്കും. ഇത് ഒരു ലെയർ നമ്മൾ ചെയ്തു, ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തു. കുറച്ച് ലെങ്തിയറായിപ്പോയി പ്രീവിയസ് വീഡിയോ. അത് ചെക്ക് ചെയ്യാം. നമുക്ക് ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയർ ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ ചെയ്യുന്നത് ബിഗാൻ ഞാൻ ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് വീണ്ടും ഒരു ലെയർ സ്റ്റാർട്ട് ചെയ്യാം. വേറെ കളറൊന്നുമല്ല, സെയിം കളറ്. ഇത്രയും കൊണ്ട് ഇവിടെയും കൂടെ കൊണ്ട് ഞാൻ ഗ്ലൂ എടുത്തിട്ട് ഇൻ കേസ് ഈ മോട്ടീഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും ട്രൈ തന്നെ റഫ് പേപ്പർ ബിഫോർ ടു ഇറ്റ്. മണ്ടലയുടെ ഉള്ളിലോട്ട് ഇടുന്നതിന് മുന്നേ റഫ് പേപ്പറിൽ വരച്ചിട്ട് ഒരു ക്രോസ് ചെയിൻ പോലത്തെ ഒരു പാറ്റേൺ ആയിട്ട് കിട്ടും. ഇത് നമുക്ക്
നമുക്ക് 6th one ചെയ്യുന്നത്. 6th one is a little bigger one. നമ്മൾ ഇതിൻ്റെയൊക്കെ സെൻറ്റർ മാർക്ക് ചെയ്യും. ഓൾമോസ്റ്റ് സെൻറ്റർ, എക്സാക്റ്റ് സെൻറ്ററിലും സെൻറ്റർ മാർക്ക് ചെയ്യും. കാരണം അവിടെയാണല്ലോ ബ്ലൂ വരേണ്ടത്. അവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് എവിടെ ബ്ലൂ അവസാനിക്കുന്നോ അവിടെ വെച്ച് നിർത്തുക. ഇങ്ങനെ ഒരു ടോം ഡിസൈൻ എന്നാണ് അതിന് പറയുക. നമ്മൾ ഈ താജ്മഹലിൻ്റെയൊക്കെ ടോംബ് ഒരു മുകൾ ഭാഗത്ത് കാണുന്ന പ്രിൻ്റ് ഇത്ര. ഇനി അതേപോലെ തന്നെ ഇവിടെയും സെൻറ്റർ മാർക്ക് ചെയ്തു. ഈ സെൻറ്റർ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഒഴുക്ക് കിട്ടും ചെയ്യാൻ. ചിലവർക്ക് മണ്ഡല ഭയങ്കര ഈസി ആയിട്ട് വഴങ്ങും, ചിലവർക്ക് ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ടൈം. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. നമുക്ക് അത് പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് മാറ്റാൻ തന്നെ പറ്റുള്ളൂ, എസ്പെഷ്യലി ഈ ഗ്രിഡ് ഡ്രോയിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. സോ അതൊന്ന് ടേക്ക് കെയർ ചെയ്യാം. നമ്മൾ ഈ സാധനം വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ബ്യൂട്ടിഫുൾ ഒരു ഫ്ലവർ മോട്ടീഫാണ് വരയ്ക്കുന്നത്. സോ അതിന് സ്റ്റാർട്ട് ഈ ഒരു കോർണറിൽ 1 2 3 മതി. അത് ഹാഫ് ആയതുകൊണ്ടാണ് അങ്ങനെ വരച്ചത്. ഫുൾ ഫിഗർ വരയ്ക്കുമ്പോഴും 2 1 2 മൊത്തത്തിൽ 5 പെറ്റൽസ് വരണം. ഞാനാണ് കൊടുത്തത്. ഇനി ഇവിടെ നിന്നോട്ട് ബ്ലൂ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരച്ചു വെച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഗ്യാപ്പ് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ, വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ. അധികം ഫില്ല് ചെയ്യാൻ ഞാൻ പറയില്ല. ഇത് കുറച്ചും കൂടെ പ്ലെയിൻ ആക്കി വെക്കാനാണ് ഇന്നത്തെ മണ്ഡലം ഐ ഡിസൈഡഡ്. ഇനി ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞൊരു പ്രിൻ്റ് കൊടുത്താൽ മതി. അല്ല, ഇതുപോലത്തെ ഒരു കുട്ടി പ്രിൻ്റ്. ഡു നോട്ട് ഫർഗെറ്റ് ദ ടെറിട്ടറി. അപ്പോൾ ബ്ലൂസിൻ്റെ ഉള്ളിൽ മാത്രം ബ്ലൂ കൊണ്ട് കൊടുക്കുക. സിമ്പിളായിട്ട് ഒരു ലൈൻ ഇടുക. അതിൻ്റെ അറ്റത്ത് ഒരു ജെ പോലത്തെ, നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് ജെ ഇല്ലേ, അതുപോലെ വരയ്ക്കും. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ഗ്രീൻ. കഴിഞ്ഞു, ഇത്രയും കഴിഞ്ഞു. ഇനി ആ ലെയറൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. This mandala is going to be a little bigger one, and
ഗ്രീനിൽ ഇറ്റ് ഇസ് ഫുള്ളായിട്ടാണ്. ഇത്ര ഇനി മൂവിങ് ഓൺ ടു കുട്ടി ഒരു ഇതുണ്ട്. അപ്പം അതിൽ ഞാൻ ഔട്ട്ലൈൻ ഇടുകയാണ്. അടുത്ത ഞാൻ ലെയർ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ബ്ലൂവിൻ്റെ പാർട്ട് കാണിച്ചു തരാം. ബ്ലൂവിൻ്റെ അവിടെ ഞാൻ ആദ്യം നമ്മുടെ ഈ സെഗ്മെൻറ്റ്സ് ഞാനൊന്ന് ലൈൻ ഇട്ട് കൊടുത്തു. ഇതാണല്ലോ നമ്മൾ കാറ്റഗറൈസ് ചെയ്തത്. ഇനി ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ ഞാനൊരു ലൈൻ ഇട്ട് കൊടുത്തു. നമുക്ക് കുറച്ചധികം ബ്ലോക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്സിനെയും നമ്മൾ സെൻറ്ററിൽ വരഞ്ഞ് ഇത്രയും കുട്ടി കുട്ടി ബോക്സസ് ആക്കി. സെയിം തന്നെയാണ് നമ്മൾ ഗ്രീനിൻ്റെ കാര്യത്തിലും ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ ഇതൊരു സെറ്റാക്കി ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ടു. ഇനി ആ സെൻറ്ററുകളിനെയും നമ്മൾ കുട്ടി കുട്ടി ബോക്സസ് ആക്കുക. അതായത് ഒരു ബോക്സ് ഒരു സെഗ്മെൻറ്റിനകത്ത് 1 2 3 4 4 വരും. ഇനി ഇറ്റ്സ് ദ പെൻ ഗെയിം. പെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇതാണ്. ഇനി നമ്മളിങ്ങനെ 2 ലൈൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ചുമ്മാ ആ ഒരു സർക്കിൾ ഫോം വരാനായിട്ട് അത്രേ ഉള്ളൂ. 2 ലൈൻ മാത്രം. കണ്ടില്ലേ? ഇനി സെയിം വിത്ത് ബ്ലൂ. നിങ്ങൾ ഒരു പക്ഷേ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ ഭയങ്കര ഡാർക്കായിരിക്കും. ഇപ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ട് വീഡിയോ കാണണ്ടാവും. ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് വെരി ഏർലി ഇൻ ദ മോർണിംഗ്. 5:30 സ്റ്റാർട്ട് ചെയ്തതാണ് ചെയ്യാൻ. ഇപ്പോൾ ദ സൺ ഇസ് അപ്പ്. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് വീഡിയോയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ആ ഒരു ലെയർ ഇസ് കംപ്ലീറ്റ്. ഫൈനൽ ലെയറാണ്. ഫൈനൽ ലെയർ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഫസ്റ്റ് ടൈം കാര്യം ചെയ്യാം. ഗ്രീനാണല്ലോ വരുന്നത്. നമ്മുടെ എപ്പോഴും കൊടുക്കാറുള്ള ഈ ഒരു ഫ്ലവറിൽ ഇങ്ങനെ ഇതാ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. ഞാൻ പ്ലാൻ ചെയ്തത് വേറൊന്നാണ്. അപ്പോൾ ദെൻ ഐ തോട്ട് ഓക്കെ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം.
കാരണം അത്രയും ഞാൻ പ്ലാൻ ചെയ്ത് വരയ്ക്കാനുള്ള സ്പേസ് ഇവിടെ ഇല്ല. എനിക്ക് ഇതുവരെ വരേണ്ടത്. Green is over. Outline time. നമ്മുടെ entire green is, so this painting is over. Green കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ബ്ലൂ. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരണം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് വിസിബിൾ ഫോർ യു ആൾ. So this entire painting we are done.